Hello, good morning, people. Welcome back to my YouTube channel. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് രാവിലെ തന്നെ എന്ന് പറയുമ്പോൾ ഒരു 8-8:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. രാവിലെ തന്നെ എഴുന്നേറ്റ് എൻ്റെ പല്ല് തേക്കൽ പ്രക്രിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്നൊരു ഇടത്തോട്ടുള്ള മൂഡായിരുന്നു കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കാനൊക്കെ ആദ്യമേ തീരുമാനിച്ച് വെച്ചത് കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തീരെ മൂഡുണ്ടായിരുന്നില്ല. ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ചുമ്മാ അങ്ങ് കണ്ണ് തുറക്കുന്നതേ ഒരു വൃത്തികെട്ട മൂഡിലേക്കായിരിക്കും വരുന്നത്. എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല, പക്ഷേ ചില ദിവസം അങ്ങനെയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇൻ ദ കോമൻറ്റ് ബോക്സ് കേട്ടോ. ചില ദിവസം ഒരാവശ്യമില്ലാതെ വെറുതെ അങ്ങ് ഭയങ്കര ഒരു വല്ലാത്തൊരു, ചില ദിവസം ഭയങ്കര ദേഷ്യമായിരിക്കും, ചില ദിവസം ഭയങ്കര സങ്കടമായിരിക്കും, അങ്ങനെ ചില ദിവസം ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ചില ദിവസം ഒരു വികാരം ഉണ്ടാവില്ല. എനിവേയ്സ്, ഇന്നെന്താണേലും ഭയങ്കര ഒരു വൃത്തികെട്ട മൂഡായിരുന്നു എനിക്ക് തുടങ്ങിയപ്പോൾ തന്നെ. ഞാൻ എന്തെങ്കിലും ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്ത് റെഡിയാവുകയാണ് ഇപ്പോൾ. ഇന്ന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് എങ്ങോട്ടും പോകാനില്ലാത്ത ദിവസമാണ് കേട്ടോ. കാരണം ഞാൻ ഇപ്രാവശ്യം എടുത്തിരിക്കുന്ന പേപ്പർ ഓൺലൈനാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെയാണ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഈ ദിവസം ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം എനിക്ക് ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്റ്റഡി ലീവൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എവിടെയും പോകാനും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ വെറുതെ ഇരുന്നാൽ മതി. എൻ്റെ റൂംമേറ്റും ആക്ച്വലി നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിയും ഇവിടെ ഇല്ല. അപ്പോൾ പൊതുവേ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാകെ ക്ലാസ് നോക്കി പഠിക്കാനും, ക്ലാസ് അറ്റൻഡ് ചെയ്യാനില്ല, പക്ഷേ റെക്കോർഡ് ക്ലാസ് നോക്കി പഠിക്കാനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഞാൻ തലേ ദിവസം പാത്രങ്ങളൊന്നും കഴുകി വെക്കാതെയാണ് കിടന്നത്. കാരണം എനിക്ക് ഇതിൻ്റെ അത്രയും വൃത്തികെട്ട പണി എനിക്ക് വേറെ ഇല്ല. സംഭവം കുക്കിംഗ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പാത്രം കഴുകലാണ് സിമ്പിളായിട്ടുള്ള ജോലി എന്നുണ്ടെങ്കിൽ പോലും എനിക്കെന്തോ ഈ പണി മാത്രം ചെയ്യാൻ ഭയങ്കര മടിയാണ്. എനിക്കിഷ്ടമല്ല ഈ പാത്രം കഴുകുന്ന പണി. ചെയ്ത് തുടങ്ങിയാൽ പെട്ടെന്ന് തീരുന്ന പണിയാണ്. ആക്ച്വലി പണി കുറവുള്ളൊരു പണിയാണ് എന്നെനിക്കറിയാം, പക്ഷെ അത് ചെയ്ത് തുടങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പാത്രം കഴുകൽ തീരെ ഇഷ്ടമല്ല. അപ്പോൾ പാത്രം കഴുകാതെ കിടന്നുറങ്ങിയതും കൊണ്ട് പിറ്റേ ദിവസം കുക്ക് ചെയ്യണമെങ്കിൽ അത് തന്നെ, പിറ്റേ ദിവസം കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ ആവശ്യമുള്ളതും കൊണ്ടും പാത്രം കഴുകുകയാണ് ഇപ്പോൾ രാവിലെ തന്നെ ചെയ്യുന്നത്. പാത്രം കഴുകിയതിൻ്റെ സങ്കടത്തിലല്ല കേട്ടോ ഞാൻ ഈ പെരിച്ചാഴിയെ പോലെ അവിടെ ഇരിക്കുന്നത്. ഞാൻ വളരെയധികം പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തെ തുണി ലോണ്ടറി ബാഗിൽ നിന്ന് എടുത്തിട്ട് അലക്കാൻ വേണ്ടി ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് വാഷിംഗ് മെഷീൻ, അവിടെ വരെ കൊണ്ടിട്ടതായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ചേച്ചി അറിയുന്നത് അവിടെ എന്തോ മെയിൻ്റനൻസ് നടക്കുന്നതും കൊണ്ട് അവിടുത്തെ ഇലക്ട്രിസിറ്റി ഓഫായിരുന്നു. അതുകൊണ്ട് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ നില മൊത്തം കയറി തിരിച്ച് വന്നതിൻ്റെ വിഷമമാണ് ഈ കാണുന്നത്. അത് പിന്നെ അങ്ങനല്ലേ വരുള്ളൂ, അങ്ങനെ തന്നെ വേണമല്ലോ. നമ്മൾ ഓൾറെഡി മൂഞ്ചി തെറ്റിയിരിക്കുന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും മൂഞ്ചിപ്പിക്കുക എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ഒരു ഹോബിയാണല്ലോ. അതുകൊണ്ട് ഞാൻ അതങ്ങ് സഹിച്ചു, നമുക്ക് ശീലമായല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നൂഡിൽസും മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് ഞാനിന്ന് രാവിലെ തന്നെ കഴിച്ചത്. വേറെ ഒന്നിനും വയ്യായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ കഴിക്കുന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എഴുന്നേറ്റതേ ആരെങ്കിലും കൊന്നാൽ അത്രയും സന്തോഷം എന്നുള്ള ഒരു ഇതിലാണ്. അതാണ് എൻ്റെ മോന്ത ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എനിക്കെന്നെ ഇത് കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. ഞാനത് ഇത്ര അൺപ്ലസൻ്റ് ആയിട്ടിരിക്കും. ഞാൻ ഒട്ടും പ്ലസൻ്റ് അല്ലാതെയാണ് എൻ്റെ മുഖം ഇരിക്കാറ്. എൻ്റെ അടുത്ത് പിന്നെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുമായിരുന്നു, നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എൻ്റെ പൊന്നോ നന്ദ നീ ഭയങ്കര ജാടയെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഒട്ടും അപ്രോച്ചബിൾ അല്ലായിരുന്നു ഞാൻ എന്നാണ് എന്നോട് എല്ലാവരും ചെറുപ്പം തൊട്ടേ പറയാറുള്ളത്. എൻ്റെ മോന്ത അങ്ങനെയാണ്, എന്ത് ചെയ്യാനാ. യെസ്, നമ്മളങ്ങനെ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെ തന്നെ എന്നിട്ട് പോയി കുളിച്ചു എന്നൊക്കെ. അല്ല, സമയം ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് വ്ളോഗ് എടുക്കുമായിരുന്നു എന്നുള്ള കാര്യം മറന്നുപോയി. ആദ്യമായിട്ടാണല്ലോ, അതിൻ്റെ ഒരു ഇതാണ്. പക്ഷെ കുഴപ്പമില്ല, വൈകുന്നേരത്തിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നു ഇഷ്ടം പോലെ. ഫൈനലി കുളിച്ച് വന്നപ്പോൾ ഭയങ്കര ആശ്വാസം. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടൊരു വൃത്തികെട്ട മൂടായിരുന്നു. പിന്നെ ആയതുകൊണ്ട് പറയാനൊന്നുമില്ല. ചില ദിവസം അങ്ങനെയാ, ഒരു കാരണം ഉണ്ടാവൂല, ഒരു കാരണം ഇല്ലാതെ കണ്ണ് തുറക്കുന്നതേ ഒരു വൃത്തികെട്ട മൂഡിലേക്ക് ഇരിക്കും. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഈ രാവിലെ തൊട്ട് ഞാൻ ആക്ച്വലി കുറേ ദിവസമായിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കണം, വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം, യൂട്യൂബ് ചാനൽ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞ് ചെയ്യും, എന്താ കാണിക്കുക എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. പിന്നെ ഇത് ഭയങ്കര ന്യൂ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പലപ്പോഴും ഞാൻ ചില ദിവസങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങും, പിന്നെ ഞാൻ മറന്നേ പോകും. പിന്നെ കിടക്കുന്നതിന് മുന്നേ പണ്ടാണ് ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് ഓർമ്മ വരുന്നത്. ലൈക്ക് ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് മറന്നു പോകും. നമുക്കിത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ഫോണെടുത്ത് ഷൂട്ട് ചെയ്യണം, ഓരോ മൊമെന്റിലും ഫോണെടുത്ത് ഷൂട്ട് ചെയ്യണം എന്നുള്ള സംഭവം നമുക്ക് പെട്ടെന്ന് കത്തുന്നില്ല. അങ്ങനെ കുറെ ദിവസം പോയി. അങ്ങനെ ഇന്നെന്തായാലും വെറുതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചാണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ എന്തായാലും ഒരുപാടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല.
ഫുഡ് കുക്ക് ചെയ്തതും കഴിക്കുന്നതും ഒക്കെ എല്ലാത്തിനും ചെറിയ ചെറിയ ഗ്ലിംസ് വെച്ച് എപ്പോഴോ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒന്നും കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിക്കുകയായിരുന്നു. എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു, എന്റെ എക്സാംസ് വരെയാണ്. അതിന്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എനിവേസ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇപ്പൊ പോയി ഒന്ന് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ ഒരു ഭയങ്കര ആശ്വാസം. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, എന്റെ ഈ ഹെക്സ് ഇവിടെ ഞാൻ കുത്തിയിട്ട് ഇപ്പൊ എത്ര 6 മാസം 7 മാസം എങ്ങാണ്ടായി. ഇവിടെ ഞാൻ കുത്തിയിട്ട് ഇപ്പൊ ഒരു 3 മാസമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. എനിക്ക് 3 മാസമൊക്കെ ആയോ എനിക്കറിയില്ല. ഇത് പിന്നെയും വലിയ കുഴപ്പമില്ല, ഇപ്പൊ തുടങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതെന്റെ പൊന്നളിയ ഉണങ്ങുന്നേ ഇല്ല. ഭയങ്കര വേദന വേദന അങ്ങനെ വെറുതെ ഇരിക്കും വേദനയില്ല, തട്ടുമ്പോഴേ വേദനയുള്ളൂ. പക്ഷെ നല്ല തട്ടുമ്പോൾ ഭയങ്കര വേദന ഉണ്ടെന്ന് മാത്രമല്ല, ഇതിന്റെ മുകളിലൊരു ബമ്പുണ്ട്. അതെനിക്ക് നല്ല പേടിയുമ്പോ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ ബമ്പായിട്ട് വന്ന് പിന്നെ അത് സർജറി ചെയ്തിട്ട് പോലും അത് പോവാതെ അവിടെ തന്നെ പെർമനന്റ്ലി ഉള്ള പോലെയൊക്കെ. അപ്പൊ ഇത് ആ ബമ്പാണോ അതോ ഇനി വലിയ ഇൻഫെക്ഷന്റെ ആണോ? ചെറുതായിട്ട് ബമ്പ് വരുമല്ലോ നമ്മൾ പിയേഴ്സ് ചെയ്യുന്ന സമയത്ത്, അതിന്റെ ആണോ എന്നുള്ളത് അറിയില്ല. ഞാൻ ആഫ്റ്റർ കെയർ എനിക്ക് ചെയ്തിട്ടില്ല, എന്റെ തന്നെ തെറ്റാണ്. അപ്പൊ ഉള്ളത് പറയണല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ 2 ദിവസമായിട്ട് കഠിന പ്രയത്നത്തിലാണ് ചൂട് വെക്കാൻ. ഇന്നലെ രാത്രി എഴുന്നേറ്റപ്പോ എന്തുവാ എന്തായിരുന്നു പതില്ലേ പറയാൻ പറഞ്ഞു. ഇന്നലെ രാത്രി എഴുന്നേറ്റപ്പോ അവിടെ ഭയങ്കര നീര് വെച്ച് ഇങ്ങനെ തടിച്ചിരിക്കുവായിരുന്നോ. അപ്പൊ ഇതിന്റെ മുകളിലത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ക്ലോസ് ചെയ്യുന്ന ഭാഗം, അത് കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ പേടിച്ചു സത്യമായിട്ട്. പണ്ടാറത് ഉപ്പുവരണം ഞാൻ വിചാരിച്ചു. ഞാൻ പിന്നെ ഇന്നലത്തെ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ പോയി ചൂട് നല്ലോണം വെച്ച് ഉപ്പ് വെള്ളമൊക്കെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും വൈകുന്നേരത്തേക്കും നീര് വെച്ചത് നല്ലോണം കുറഞ്ഞു. അപ്പൊ തന്നെ എനിക്കൊരു പോസിറ്റീവ് സൈനായിട്ട് തോന്നി. അപ്പൊ ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് ഇപ്പൊ ഉപ്പ് വെക്കുക ചൂട് പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ട് ഇതിന് മുന്നേ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഉപ്പും ചൂടും വെക്കുന്ന സമയത്ത് എന്താ നല്ലോണം കുറയും. ആ കുറഞ്ഞു കഴിയുമ്പോ എനിക്ക് അങ്ങോട്ട് മൂക്കും. അവ പിന്നെ ഞാൻ നിർത്തും. പിന്നെ വീണ്ടും കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും വരും. അത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച എങ്ങാനും ഇങ്ങനെ ചിലപ്പോ വെച്ചാൽ കുറയുമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യമെങ്കിലും ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്ന. അതിന്റെ ഇതിന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനിയും ഈ പണ്ടാറ ഉണങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദൂരിക്കളയും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഗ്രഹിച്ച് കുത്തിയതാ. അതും കുത്തുന്നതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ പണ്ടാരം കുത്തുന്നത്. ഞാൻ ആ കുത്തി കഴിഞ്ഞാൽ ഏരിയ പോട്ട പഞ്ചായത്തിലുള്ളവരെ അറിയും ഞാൻ അവിടെ പോയി കമ്മല് കുത്തുന്നുണ്ടെന്നുള്ളത്. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ കുത്തിയിട്ട് ഈ പണ്ടാരം ഉണങ്ങുന്നില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല, കളയേണ്ടി വരും. കാണുന്ന ഭാഗത്ത് മാത്രം ഞാൻ പണ്ട് എന്താ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് എന്തുവാ പറഞ്ഞാലും കുറച്ച് കൂടുതലുണ്ടോ എന്നൊരു സംശയം. എന്താണ് നമ്മൾ സ്കൂളും കോളേജിലൊക്കെ പോകുന്ന സമയത്ത്, ഇത് റീസെന്റ് ആയിട്ട് ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ഒരു വട്ടം ഇതുപോലെ ചെരുപ്പിട്ട് പോവായിരുന്നു. അപ്പൊ എന്റെ കാലിലിട്ട് നെയിൽ പോളിഷ് മൊത്തത്തിൽ പോയി. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കുറെയൊക്കെ പോയി ഇങ്ങനെ ഔട്ട്ഡേറ്റ്. അപ്പൊ കാല് കാണുന്നുണ്ടാവില്ല അല്ലെ? കാലൊന്നും കാണാൻ കൊള്ളാവുന്ന കാലല്ല അങ്ങോട്ട്. എന്താണില്ല അങ്ങനെ കാലിൽ നെയിൽ പോളിഷ് പോയി. ഞാൻ ചെരുപ്പിട്ട് പോകുമ്പോ എനിക്ക് സമയവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കാലിൽ നെയിൽ പോളിഷ് ഇട്ടാണ് എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്, ആൾക്കാരത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വിരലുകളിൽ നെയിൽ പോളിഷ് ഇടും, സോ ദാറ്റ് നമ്മുടെ നഖം നല്ല വൃത്തിക്കുള്ള പോലെ തോന്നുമല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ട്. അന്ന് ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് നെയിൽ പോളിഷ് ഉണ്ടായിരുന്നില്ലെങ്കിൽ സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ എന്റെ അവസാനത്തെ ഈ കുഞ്ഞി 2 വിരൽ മാത്രം പുറത്തേക്ക് കാണുന്നത്. ഞാൻ ആ ചെരുപ്പ് ഊര പോലും ചെയ്യാതെ ആ പുറത്ത് കാണുന്ന 2 കുഞ്ഞി നഖത്തിൽ മാത്രം നെയിൽ പോളിഷ് ഇട്ട് ഓടിയിട്ടുണ്ട് ഞാൻ കോളേജിലേക്ക്. അത്രയും മടിയാണ് എനിക്ക്. ആ ബാക്കി 3 വിരലിലും കൂടി ഇടാനുള്ള ക്ഷമ പോലും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എന്തിനൊക്കെ ഇവിടെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതൊക്കെ എന്തിനൊക്കെ പറയണ്ടേ. ഞാൻ ഇത്ര നേരം പ്രസംഗിച്ചപ്പോഴൊക്കെ എന്റെ കഴുത്തിന് മുകളിലോട്ട് മാത്രമേ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നു എന്ന നഗ്ന സത്യം ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. പക്ഷെ ഫസ്റ്റ് ടൈം ആണല്ലോ ഇത്, എനിക്ക് ശീലത്തെ പരിപാടിയാണല്ലോ. ഇപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും അത് റെഡിയാക്കും, നിങ്ങളൊന്ന് ടോളറേറ്റ് ചെയ്യണം. ഞാൻ എന്താണെങ്കിലും ഒന്ന് പുറത്ത് പോയാലോ എന്ന് ഇങ്ങനെ വിചാരിക്കായിരുന്നു. കാരണം കുറേ വരെ രാവിലെ എണീറ്റപ്പോ തൊട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ, ഈ 4 ചുവരുകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ സ്വാഭാവികമായിട്ടും ഭ്രാന്തുള്ള ഒരാൾക്ക് വീണ്ടും ഭ്രാന്ത് കൂടുമല്ലോ. എനിക്ക് ജനിച്ചപ്പോൾ തൊട്ടേ ഭ്രാന്ത് ഉള്ളത് കൊണ്ട് നമ്മൾ ഭ്രാന്ത് കൂടാൻ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോവാം. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എനിക്ക് ഇതിൽ ഇടാൻ എനിക്ക് 30 റോസിന് ഓയിൻമെന്റ് വാങ്ങണം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് നടന്നിട്ടൊക്കെ വരാം. നടന്നു വരുന്ന വഴിക്ക് നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടി ഇന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാം.
ഞാൻ ബൈ ദ വേ താമസിക്കുന്നത് കൊച്ചിയിൽ പനമ്പള്ളി നഗറിലാണ്. അപ്പൊ നമ്മുടെ മനോരമ ജംഗ്ഷന്റെ ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, മനോരമ ജംഗ്ഷന്റെ അടുത്തായിട്ട് നമുക്ക് ഉപ്പുമുളക് കൊണ്ട് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് വയറ് നിറയെ കഴിക്കാൻ പറ്റും. അവിടെ ഇരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് നമുക്ക് അവർ ക്വാണ്ടിറ്റിയിൽ തരും. പ്രൈസ് ഒക്കെ അൺലിമിറ്റഡ് ആട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരാൾക്ക് 100 റുപ്പീസ് 120 റുപ്പീസ് ഒക്കെ ചിലവ് വരാറുള്ളൂ. അപ്പോൾ അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അത് നല്ല വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ്. അതുകൊണ്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോയി ഫുഡ് പാർസൽ വാങ്ങി വരാമെന്ന് വിചാരിക്കുന്നത്. കാരണം അവിടെ ഇരുന്ന് കഴിക്കാൻ വയ്യ. കാരണം ഈ മനുഷ്യന്മാരൊക്കെ കാണണ്ടേ. മാത്രമല്ല മഴ പെയ്യുന്നില്ല എന്നെനിക്ക് തോന്നുന്നത്. ഇപ്പം ഒരു വലിയ മഴ പെയ്ത് കഴിഞ്ഞു. ഇനിയും പെയ്യുമായിരിക്കും. അപ്പം നനഞ്ഞൊക്കെ ഇരിക്കുകയായിരിക്കും. അതിനേക്കാളും മെയിൻ സംഭവം മനുഷ്യന്മാരെ കാണാൻ വയ്യ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെ? രാത്രിയായിരുന്നു. എനിക്ക് 3 ഫിംഗർ റൂൾ 2 ഫിംഗർ റൂൾ അതൊന്നുമില്ല. ഇങ്ങനെ ഇട്ടത് അത്ര തന്നെ. ഇടയ്ക്കൊരു സമയത്ത് ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിരുന്നു, അപ്പൊ അങ്ങനെ ഇട്ടിരുന്നു. പിന്നെ വീണ്ടും എനിക്ക് മനസ്സിലായി അധികം കാലം എനിക്ക് അങ്ങനെ അഭിനയിച്ച് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും എന്റെ തറക്കോലത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പൊ ഇടുന്നതേ വലിയ ഭാഗ്യം എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മൾ സൺസ്ക്രീൻ നല്ലപോലെ ഇട്ടു. ഞാൻ ഇന്ന് കുറച്ച് അധികം ഹൈപ്പറാണോ? ഇത്ര നേരം എനിക്ക് പ്രാന്തായിരുന്നു. എനിക്ക് മിണ്ടാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. മിണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ഓവറാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോറി, ഞാൻ ഓവറാക്കണം. നമ്മൾ ഈ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. പ്രോസ് ആൻഡ് കോൺസ് അതിനുണ്ട്. അതില് ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആണിത്. കാരണം നമുക്ക് വേറെ മനുഷ്യന്മാരെ നമ്മൾ കാണുന്നില്ലല്ലോ. നമുക്ക് സോഷ്യലൈസ് ചെയ്യാനുള്ള എനർജി തീരെ ഉണ്ടാവില്ല. പിന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ തൊട്ട് രാത്രി കിടക്കുന്നത് വരെയും നമ്മൾ ചെയ്താലല്ലേ അത് ഉള്ളൂ. നമുക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ വരെ അത് നമ്മൾ തിളപ്പിച്ച് വെച്ചാലല്ലേ അത് കുടിക്കാനുള്ളൂ. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് നമ്മളെ തന്നെ പുഷ് ചെയ്യാൻ ഒരാളില്ലല്ലോ. ഒരു മോട്ടിവേഷൻ ഇല്ലാത്തതിന്റെ കുറവ് നമുക്ക് നല്ലോണം ഉണ്ടാവും. അതൊരു നെഗറ്റീവ് സൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളതിനകത്ത് ശരിയാണ്, നമ്മൾ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആവും, നമ്മൾ റെസ്പോൺസിബിൾ ആവും, എല്ലാം കറക്റ്റ് ആണ്. നമുക്ക് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആവും, കുറച്ചും കൂടി ഒരു റൂട്ടീനൊക്കെ വരും. പക്ഷെ എന്നാലും ചില ദിവസങ്ങളിൽ ഭയങ്കര ഹാർഡാണ്. കാരണം ചില ദിവസങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക് ഒന്നും ചെയ്ത് കുറച്ചും കൂടി കിടക്കാൻ മാത്രം ഇഷ്ടമുള്ള ദിവസം. പക്ഷെ ആ ദിവസങ്ങളിലും നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്ക് ഒന്നും ചെയ്തു തരാൻ ഇവിടെ ആരും ഇല്ലല്ലോ, നമ്മൾ സ്വയം ചെയ്യണമല്ലോ. അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാവും. പിന്നെ നമ്മൾ വേറെ ആരെയും കാണുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനൊരു ക്ലാസ് ഒക്കെ ഉള്ള സമയത്ത് ക്ലാസ്സിൽ പോകുമ്പോഴെങ്കിലും ആരെങ്കിലും കാണും. 4 മനുഷ്യന്മാരെ കാണുന്നുണ്ടല്ലോ കുറച്ച് നേരത്തേക്ക്, അത് തന്നെ മതി. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഒരാളോട് സംസാരിച്ചാൽ തന്നെ വലിയ കാര്യം. പക്ഷെ ഇവിടെ നമുക്ക് അതുപോലും പറ്റുന്നില്ലല്ലോ. നമ്മളിങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഈ 4 ചുമരുകളല്ലാതെ ഞാൻ വേറൊന്നും കാണുന്നേ ഇല്ല. എന്റെ റൂംമേറ്റ് ഉള്ള സമയത്ത് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ അവളില്ലാത്ത സമയത്ത്, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ത് പറയാൻ പറ്റും ഒറ്റയ്ക്ക് ഇരുന്ന്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് ഒരു ഗുഡ് സൈൻ ആണ്, നമുക്ക് ആരെയും ഒന്നും ബോധ്യപ്പെടുത്തണ്ട, ആരോടും ഒന്നും ഇതില്ല, ആർക്കും വലിയ പരാതികളില്ല, നമുക്ക് ആരോടും പരാതി പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് തോന്നുമ്പോൾ എഴുന്നേറ്റ് തോന്നുമ്പോൾ ഉറങ്ങി ജീവിക്കാം. അത്രേ ഉള്ളൂ. പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. രണ്ടും വാലിഡ് ആണ്. സത്യം പറഞ്ഞ ഞാൻ ഈ വലിച്ചു വാരിക്കെട്ട് ഒരുങ്ങി പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രാന്താവുന്നുണ്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. സംഭവം നമ്മൾ താഴെ ഒരു 10 സ്റ്റെപ്പ് നടന്ന് മുപ്പിറോസിൻ വാങ്ങാൻ പോവാണെന്നുണ്ടെങ്കിൽ, മുപ്പിറോസിൻ എന്താണെന്ന് അറിയില്ലേ? ഇതുപോലെ മുറിവിലൊക്കെ തേക്കുന്ന ഓയിൻമെന്റാ. അപ്പൊ വാങ്ങാൻ പോവാണെന്നുണ്ടെങ്കിലും നമുക്ക് പട്ടിഷോട്ട് കുറക്കണ്ട, കൺസീലർ ഒക്കെ ഇട്ട് പോവാണ്. നമുക്ക് അതിൽ കൂടുതലൊന്നും ഇടാൻ പറ്റില്ല. ഞാൻ പൊതുവെ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡെയിലി യൂസിൽ ചെയ്യാറില്ല. ഞാൻ ആക്ച്വലി ഫംഗ്ഷണൽ യൂസിന് പോലും ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം ഇതിന് മുന്നേ ഒരിക്കലൊക്കെ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് മര്യാദയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ബ്ലെൻഡ് ആവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തോ ഭയങ്കര ഓവറായ പോലെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. റീസെന്റ് ആയിട്ട് എന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ച് യൂസ് ചെയ്തു, വിച്ച് ഐ റിയലി ലൈക്ക്. അടിപൊളി സാധനമാണ്. ഞാൻ ഒരു ദിവസം എൻ്റെ
ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാം കേട്ടോ. വലിയ തരക്കേടില്ലാതെ മേക്കപ്പ് ചെയ്യാൻ അറിയാം എന്നാണ് എൻ്റെ തന്നെ ഒരു വിശ്വാസം. അപ്പോൾ ഞാനത് എന്തെങ്കിലും ചെയ്യാം. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവെ അങ്ങനെ ഇടാറുള്ള ആളല്ല. ഞാൻ ആകെ ഫൗണ്ടേഷനായിട്ടും കൺസിലറായിട്ടും എൻ്റെ എല്ലാ സംഭവങ്ങളായിട്ടും യൂസ് ചെയ്യാറുള്ളത് ഈ ഒറ്റ കൺസിലറാണ്. വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സൂപ്പർ മെബലിൻ്റെ കൺസീലർ. ഇത് ഞാൻ മിക്ക ദിവസങ്ങളും ഇടാറുണ്ട് പുറത്ത് പോകുമ്പോൾ. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടും, കണ്ണു വെട്ടും. ഇത്രയാണ് ചെയ്യാറുള്ളത്. ഇടയ്ക്ക് കോമ്പാക്റ്റ് ഇടും കേട്ടോ, കാരണം എനിക്ക് ഇങ്ങനെ കുറച്ച് ഓയിലി ആയിട്ടുള്ള സ്കിൻ അത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് അങ്ങനത്തെ സ്കിൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സ്റ്റെപ്പിൽ നിർത്താം. എനിക്ക് ഓയിലി ആയിട്ടുള്ള സ്കിൻ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും കോമ്പാക്ട് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. എനിക്കൊരു മാറ്റ് ലുക്കാണ്, മാറ്റ് ഫിനിഷാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് കോമ്പാക്ട് യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം. എനിക്ക് ടാൽക്കം പൗഡേഴ്സൊക്കെ അലർജിയാണ്, അപ്പോൾ എനിക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും, സോ ദാറ്റ് ഒരു ഓയിലി ഫിനിഷ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ താഴെ ഓയിൻമെന്റ് വാങ്ങാൻ പോവാണ്. പിന്നെ എനിക്ക് വെറുതെ നിന്ന് പ്രാന്തരത്തം കൊണ്ട് മാത്രം നടന്നു വരാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ശരിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സൂപ്പറായിട്ട് പിക്കപ്പ് ചെയ്യാൻ അറിയാം. ലൈനറൊന്നും വേണ്ട അല്ലേ, അല്ലെങ്കിൽ ഇട്ടേക്കാല്ലേ. നമ്മൾ ഈ ലൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ലൈൻ ചെയ്യാതെ ഈ ഇന്ന കോർണേഴ്സും കൂടി ഫിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഈ ലൈറ്റിങ്ങിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും കാണുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ നാച്ചുറൽ ലൈറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ബിക്കോസ് ഞാൻ ഇതുവരെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൈറ്റോ മൈക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ ഡിഫറൻസ് നല്ലപോലെ ഉണ്ടാവും. നമ്മുടെ ലൈറ്റിങ് നന്നായി തന്നെ നല്ല ഡിഫറൻസ് നമ്മുടെ ഫോട്ടോസിലും വീഡിയോസിലും നമ്മുടെ ഓവറോൾ ലുക്കിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല, വാങ്ങും. ഇപ്പം തൽക്കാലം നമുക്ക് ജസ്റ്റ് ലിപ്സ്റ്റിക് തീരാനായി. വേറെ എല്ലാവരുടെ ലിപ്സ്റ്റിക് ഉണ്ട്, പക്ഷെ ഒരു സാധനം ഇഷ്ടപ്പെട്ട് തുടങ്ങിയ പിന്നെ അത് മാത്രമേ ഇടുള്ളൂ. തിരക്കേടില്ല അല്ലേ, അത്ര സൂപ്പർ ആയിട്ടില്ല, കുഴപ്പമില്ല. എന്തിനാ ഇപ്പൊ നമ്മള് പോകുന്നത്, നടക്കാൻ പോയില്ലേ, അതിനത്ര ധാരാളം ഇതൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് തൽക്കാലം ഇപ്പൊ ഒരുങ്ങി പോകാൻ വേറൊരു ഒക്കേഷനും സ്ഥലമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ നടക്കാൻ പോകുമ്പോഴും ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ പോകേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ അല്ലേ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആരും കേൾക്കുന്നില്ല എന്നുള്ളൊരു ബോധം എനിക്കില്ല. ഞാൻ ആരോടോ സംസാരിക്കുന്ന പോലെ എൻ്റെ അപ്പുറത്ത് തന്നെ കേട്ടുകൊണ്ട് ആരോ ഇരിക്കുന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടു ബി ഫ്രാങ്ക്, ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. വെറും 2 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. ആ 2 വീഡിയോസ് ഇട്ടതിന് ശേഷം വീണ്ടും 1-2 മാസം ഗ്യാപ്പ് വന്നിട്ടാണ് ഞാൻ 3ാമത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ടെക്നിക്കലി ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ പോലെ വേണമെങ്കിൽ പോലും പറയാം. അപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. എന്നിട്ടും ഈ ഫോൺ നോക്കി സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ മൂഡ് പകുതിയിലധികം ഓക്കെ ആയി. എനിക്ക് എന്തൊക്കെയോ എന്ന് വെച്ചാൽ കുറച്ചൊന്ന് എനർജി വന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ചെയ്യാൻ. 2 കണ്ണും 2 പോലെ ഉണ്ട്, കുഴപ്പമില്ല. എന്നും ഇത് അങ്ങനെ തന്നെയാണല്ലോ വരാറ്, പുതിയൊരു കാര്യമല്ലല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് അതിന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നലെ സങ്കടപ്പെട്ടില്ലെങ്കിൽ ഇന്നെന്തിനും ഇന്ന് സങ്കടപ്പെടുന്നത്. ശ്രമിക്കണ്ട നന്ദ, ശ്രമിച്ചിട്ടൊരു കാര്യവും ഇല്ല കേട്ടോ. ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. അണ്ടാരം ഇത്രയൊക്കെ മതി. കണ്ടില്ലേ, ഞാൻ വീണ്ടും ഇങ്ങോട്ടാ നോക്കുന്നത്. ഇങ്ങോട്ടാ നോക്കേണ്ടത് എന്താ, ഇങ്ങോട്ട് ക്യാമറയിലല്ലേ നോക്കുന്നത്. നമ്മൾ എന്നെ തന്നെ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സെൽഫ് ഒബ്സെസ്ഡ്. നിങ്ങൾ ആ കാണുന്നതാണ് എൻ്റെ ലുക്ക. ആ കാണുന്നത് എവിടെ, അയ്യോ, ഈ കാണുന്നതാണ് ഞാനും എൻ്റെ 4 മക്കളും. അവരുടെയൊക്കെ കഥകൾ ഞാൻ പിന്നെ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. ഇവരൊക്കെ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ എല്ലാവരെയും കാണിച്ചു തരാം. ആൻഡ് എനിക്ക് ഒരുപാട് എൻ്റെ മോനെ പറ്റി പറയാനുണ്ട്, എൻ്റെ മക്കളെ പറ്റി പറയാനുണ്ട്. എല്ലാം നമുക്ക് വഴി അറിയാം കേട്ടോ. ഞാൻ വീണ്ടും എൻ്റെ ഇതൊക്കെ ഇതല്ലേ, എല്ലാം നമുക്ക് വഴി അറിയാം കേട്ടോ.
ഞാൻ ഈ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ മൈക്ക് ഇതുവരെ വാങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇന്നത്തെ അതുകൊണ്ട് വോയിസ് ഐസൊലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്ര മെല്ലെ സംസാരിക്കുമ്പോൾ ഇതിന്റെ വോയിസ് ആണോ അതോ പുറകിലെ നോയ്സ് ആണോ എന്ന് വിചാരിച്ചിട്ട് എന്റെ ഫോൺ ഇത് കട്ട് ചെയ്ത് കളയുമെന്ന് എനിക്കറിയില്ല. ഫോൺ ഇതാണ് ശരിക്കുള്ള വോയിസ്, നോയ്സ് വേറെ. നമുക്ക് കുടിക്കിടാം എന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഏറ്റവും വിട്ടെന്താന്ന് വെച്ചാൽ ഈ ടോപ്പിന്റെ അടിയിലോട്ട് ഞാൻ ജീൻസ് ആണ് ഇട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, ഇതൊക്കെ ആരാ നോക്കാൻ വരും, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരുങ്ങിക്കൂടെ നമുക്ക്. പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു, നമ്മൾ ജീൻസിന്റെ കൂടെ ഞാൻ പൊട്ടിടില്ല, അല്ലെങ്കിൽ കുർത്തയുടെ കൂടെ മനസ്സിലായോ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ സ്റ്റീരിയോടിപ്പിക്കലി നമ്മൾ ഇതിന്റെ കൂടെ ഇത് സ്റ്റൈൽ ചെയ്യണം എന്നാലാണ് ഭംഗി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഈ അടുത്ത കാലം വരെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി, നമ്മൾ ഈ ഒരുങ്ങി കെട്ടി ഞങ്ങൾക്ക് പോകുന്നത് എങ്ങോട്ടേക്കാ? 10 ആള് നമ്മളെ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ 10 ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കണം നിർബന്ധമില്ല. നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ മെയിൻ ആയിട്ട് ഈ ഒരുങ്ങി കെട്ടി പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരുങ്ങുമ്പോഴാണോ സന്തോഷം വരുന്നത് അതുപോലെ അങ്ങ് ഒരുങ്ങുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ കൂടെ അതിടരുത്, അതിന്റെ കൂടെ ഇതിടരുത്, അങ്ങനെയൊന്നും ഇല്ല. ഫാഷൻ അല്ലെങ്കിൽ സ്റ്റൈലിങ് എല്ലാവർക്കും ഡിഫറെന്റ് ആണ്, ലൈക്ക് എല്ലാവരുടെ സെൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, നമ്മൾ കോൺഫിഡന്റ് ആയ രീതിയിൽ, നമുക്ക് കംഫർട്ട് എങ്ങനെയാണോ കിട്ടുന്നത് ആ രീതിയിൽ നമ്മളെ കാണാൻ എപ്പോഴാണോ നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് അതുവരെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ ഒരുങ്ങി ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പോവാ. പോയിട്ട് വരാട്ടോ. പോയിട്ട് വരാനൊന്നുമില്ല, പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാണിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പൂച്ചക്കുട്ടീനെ കണ്ടോ? എന്നെ കണ്ട് പേടിച്ചു പോവാട്ടത്. അവരവിടുന്ന് കവർ തരില്ല ഗൈസ്. അവർക്ക് കവർ കൊടുത്തോണ്ടിരുന്ന സമയത്ത് 25,000 രൂപ ഫൈന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ കവർ തന്നില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഈ കയ്യിലുള്ള സാധനമാണ് മുപ്പത് ചെവിയിൽ തേക്കാൻ വേണ്ടി വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആ സാധനം. അപ്പം നമ്മൾ നമ്മളുടെ 2 അജണ്ടകളും കംപ്ലീറ്റ് ആക്കി തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് റൂം എത്തിയിരിക്കുകയാണ്. 1 കിലോമീറ്റർ കഷ്ടിയാണ് വൺ സൈഡ് നടക്കാനുള്ളൂ. തിരിച്ചും കൂടി ആകുമ്പോൾ 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നു പോയി കൊണ്ടേ ഒരു ക്ഷീണമെന്നൊരു കിതപ്പ്. കാരണം 2 കിലോമീറ്റർ നടക്കുക മാത്രമല്ല, ഞങ്ങളുടെ ബിൽഡിങ്ങിൽ 3ാമത്തെ നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ 3 നില കയറിയും കൂടി വരുമ്പോഴേക്കും ചേച്ചി മടുത്ത് പോയി കേട്ടോ. കട്ടൻ ചായ, വെള്ളയപ്പം, ചിക്കൻ പാർട്സ് കറി. നിങ്ങൾക്ക് എത്ര പേർക്ക് പാർട്സ് കറി ഇഷ്ടമാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആൾക്കാർക്ക് പാർട്സും ലിവറൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പോയി എൻ്റെ ഫുഡ് എൻജോയ് ചെയ്തിട്ട് ഓടി വരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം മെല്ലെ എൻഡ് ചെയ്യാൻ പോവാണ്. എൻഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉറങ്ങാനൊന്നും പോകുന്നില്ല, ഉറങ്ങാനാകുമ്പോഴേക്കും ഒരുപാട് സമയമാവും. പക്ഷെ എന്നാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ദിവസത്തിൽ. ഇനി ഞാൻ ജസ്റ്റ് പോയി മുഖമൊക്കെ കഴുകി ചെവിയിൽ മരുന്നൊക്കെ വെച്ച് കിടക്കും. കുറച്ച് നേരം കൂടി പഠിക്കാനുണ്ട്, അതും കൂടി പഠിക്കണം, എന്നിട്ടേ കിടക്കണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും കാണിക്കാനില്ലല്ലോ. അപ്പം ഞാൻ മെല്ലെ ഈ വ്ളോഗ് ഇവിടെ ഇങ്ങനെ എൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ വ്ളോഗ്? എനിക്കറിയില്ല, കാരണം ലൈക്ക് ഞാൻ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫെമിലിയർ അല്ല ഈ കാര്യങ്ങൾ, എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ വ്ളോഗ് ഏത് രീതിയിൽ കൊണ്ടുപോകണം, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഓപ്പോസിറ്റ് ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നുണ്ടോന്ന് പോലും എനിക്ക് അറിയില്ല. ആരെങ്കിലും ഒക്കെ കേൾക്കും എന്ന വിശ്വാസത്തിലാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഒരുപാടില്ല, കാരണം ഐ നോ ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ദിസ് ഇസ് മൈ 3rd വീഡിയോ. അതും ഞാൻ ആദ്യത്തെ 2 വീഡിയോ ഇട്ടതിന് ശേഷം ഈ 1-2 മാസം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ 3ാമത്തെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഞാൻ പുതിയതായിട്ട് ആദ്യമായിട്ടൊരു വീഡിയോ എൻ്റെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ഇതൊരു 10 പേര് കണ്ടാൽ അത് അത്രയും വലിയ ഭാഗ്യം എന്നേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ ആ 10 പേര് കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ അത് കാണുന്നുണ്ടെങ്കിൽ, ആ കാണുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ദാറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ മാറ്റേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി ഞാനിട്ട് വലിപ്പിക്കുന്നില്ല, ഞാനിവിടെ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.
ഓൾസോ ബെൽ ബട്ടറൊക്കെ അടിച്ചു പൊട്ടിച്ചു. അത്രയേ ഉള്ളൂ, ഇത്രയൊക്കെ പറയാൻ എനിക്കറിയുള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്സ്, ഇത്രയൊക്കെ എനിക്കറിയുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ഇപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ എന്ത് ടൈപ്പ് കോണ്ടന്റ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാണുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്യൂ. ഞാൻ ഭയങ്കര ഇൻസെക്യൂറാണ്, ഇത് ആരും കാണില്ല എന്നാണ് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും 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 വീണ്ടും. ഐ എം സോറി ഫോർ ദാറ്റ്. അപ്പോൾ ശരി, ബൈ. ശരിക്കും ബൈ. അടുത്ത പ്രാവശ്യം കാണാം. നാളെ കാണാതെ പറയാൻ വരികയായിരുന്നു, നിർത്തുന്നില്ലല്ലേ ഞാൻ. നാളെ കാണാൻ വരാതെ ഞാൻ പറയാൻ പോവുമായിരുന്നു, പക്ഷേ ഇനി എന്താണ് വീഡിയോ ഇടുന്നത് അന്ന് കാണാം. ഉടനെ തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ മാക്സിമം ട്രൈ ചെയ്യും. ബൈ.